വാട്ട് സഡൻലി ഹാപ്പൻസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് BSc നഴ്സിംഗ് അതാണ് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ 2026 BSc നഴ്സിംഗ് പാസ് ഔട്ട് ആണ്. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ കോമ്പൻസേഷൻ ഒക്കെ കംപ്ലീറ്റ് ആക്കുന്നവരെ നമുക്കുണ്ടായിരുന്ന ഒരു തോന്നലായിരിക്കും, പണ്ടാരം ഈ കോഴ്സ് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് ജോലിയൊക്കെ ഒന്ന് തീർന്ന് വീട്ടിൽ എങ്ങനെയെങ്കിലും പോയി ചത്തുകുത്തി ഇരുന്നാൽ മതി എന്ന് തോന്നും. ഇതിപ്പോ ഒരു മാസം ഒക്കെ വീട്ടിലിരിക്കുമ്പോഴത്തേനും വീട്ടുകാർക്കും അത് കുഴപ്പമില്ല, നമുക്കൊരു കുഴപ്പമില്ല. കാരണം നമുക്കത് എൻജോയ്മെന്റ് ആണ്. ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ഇപ്പൊ 3-ാമത്തെ മാസം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജോലിയൊന്നും ആയിട്ടില്ല പറയണ പോലെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിന്റെ ഒരു തീവ്രത. അപ്പം ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ് മേക്ക് എ CV. നമ്മളൊരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, എന്നാണോ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളോട് പ്രൈമറി രജിസ്ട്രേഷൻ ചെയ്യാൻ പറയണേ, ആ സമയത്ത് പോയി പ്രൈമറി രജിസ്ട്രേഷൻ ചെയ്യുക. 2-3 എന്താ പറയുക ഹോസ്പിറ്റൽസ് ഒക്കെ നോക്കി വെക്കുക. 2-3 അല്ല, എല്ലായിടത്തും നോക്കി വെക്കുക. ഇപ്പം എവിടെ പോയിട്ടൊരു കാര്യമില്ലെന്നുള്ള കാര്യം ഞാൻ ഈ കുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം വരത്തില്ലായിരിക്കും. എവിടെയും വേക്കൻസി ഇല്ല എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഞാൻ അറിയുന്നത്. നാട്ടിൽ എവിടെ നിങ്ങൾക്ക് കയറേണ്ടി വന്നാലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ചുമ്മാ വീട്ടിലിരിക്കുക, നല്ലപോലെ ഫുഡ് കഴിക്കുക, സമാധാനപരമായി ഉറങ്ങുക, എൻജോയ് ചെയ്യുക, സ്ട്രെസ് ഫ്രീ ആയിട്ട് നടക്കുക. എന്തായാലും പണി കിട്ടും, പണി ഇല്ലാതെ ഒന്നും പോകത്തില്ല, പേടിക്കണ്ട. പണി കിട്ടുവടാ, ഇനി പേടിക്കൊന്നും വേണ്ട. അങ്ങനെ എൻജോയ് ചെയ്തങ്ങ് നടക്കുക. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം കോളേജ് ഇടയ്ക്ക് പോകേണ്ടായിട്ടുള്ള ആവശ്യങ്ങൾ വരുമായിരിക്കും. മാർക്ക് ലിസ്റ്റ് ഒക്കെ പുതിയതായിട്ടുള്ള സിസ്റ്റത്തിൽ മാർക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം ഇത്രയാണ് നമുക്ക് ഈ 3 മാസത്തെ അൺഎംപ്ലോയ്മെന്റ് അറേഞ്ച് ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലിക്ക് കയറുമ്പോൾ പിന്നെ ശുഭം.